ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ പ്രമുഖാകരൻ നെസ്ഡേജോടി പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നുള്ളത് കോട്ടയം ഡിസ്ട്രിക്റ്റിൽ കോട്ടയം ടൗണിനടുത്ത് പാക്കിൽ എന്ന് പറയുന്ന സ്ഥലത്താണ്. നമ്മളൊരു 3 കിലോവാട്ട് ഓൺ ഗ്രിഡ് സോളാർ സിസ്റ്റം ഇൻസ്റ്റാളേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇൻസ്റ്റാളേഷൻ വീഡിയോ അതുപോലെ തന്നെ നമ്മൾ അതിൽ യൂസ് ചെയ്തിട്ടുള്ള ഇൻവെർട്ടർ, പാനൽ, അങ്ങനെയുള്ള ബാക്കിയുള്ള എക്യുപ്മെൻറ്റ്സും കാര്യങ്ങളും. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് വരുന്ന പാനൽ വെച്ചിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ടോപ്പ് കോൺ പാനൽ, അദാനിയുടെ ബൈഫേഷ്യൽ ടോപ്പ് കോൺ പാനൽ പ്ലസ് യൂട്ടിഎലിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് വരുന്ന പുതിയ ആംബിയർ കൂടിയ ടൈപ്പ് ഇൻവെർട്ടറും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരു കിടിലൻ സിസ്റ്റം ആയിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഏകദേശം ഒരു 5000 രൂപ കറണ്ട് ബില്ല് വരുന്ന വീടുകളിലും സ്ഥാപനങ്ങളിലൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊജക്റ്റാണ്. അപ്പോൾ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ അടങ്ങുന്ന വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. അതുപോലെ തന്നെ നമ്മൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമ്മുടെ പാനൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നോക്കാം. നമുക്ക് ഈ ഒരു വീടിന് റൂഫ് ടോപ്പിൽ ഫ്ലാറ്റ് ഏരിയ അല്ല, ഓടും കാര്യങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. അപ്പോൾ അവിടെ നമുക്കൊരു നടപ്പാതയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അത് 2 സെറ്റാക്കിയിട്ടാണ്. നമുക്ക് 6 പാനലാണ് ടോട്ടൽ വരുന്നത്. ടോപ്പ് കോണിൻ്റെ 555 വാട്ട്സിൻ്റെ ബൈഫേഷ്യൽ മോണോപാർക്ക് പാനലാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ 3 പാനൽ താഴെ, അതുപോലെ തന്നെ 3 പാനൽ ഈ ടോപ്പിൽ, അങ്ങനെ 2 എണ്ണമായിട്ട് സെറ്റാക്കിയിട്ട് പിന്നെ അതിൻ്റെ ഇടയിൽ സെൻറ്ററിലൊരു ഗ്യാപ്പ് ഇട്ട് കൊടുത്തിട്ടാണ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ വയറിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് പാനൽ കയറ്റാനുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ കോൺക്രീറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഈ ഭാഗമാണ് കിഴക്ക് ഭാഗം വരുന്നത്. നമുക്ക് ചെറിയൊരു ഷെയ്ഡ് ഇവിടെ വരാൻ സാധ്യതയുണ്ട്. മോർണിംഗ് സ്റ്റാർട്ടിങ് ഏകദേശം ഒരു 8-9 മണി വരെയൊക്കെ. ഇപ്പോൾ നല്ല വെയിലുണ്ട്. 10 മണി കഴിഞ്ഞിട്ടുണ്ട്. ഈ ഭാഗത്തൊന്നും വലിയൊരു തടസ്സമില്ല. പടിഞ്ഞാറ് ഭാഗത്തേക്കും വല്ല ഒരു തടസ്സമൊന്നുമില്ല. അപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ വെയിൽ കിട്ടുന്ന, നല്ല പ്രൊഡക്ഷൻ കിട്ടുന്ന ഒരു സ്ഥലത്ത് തന്നെ നമ്മൾ അതിൻ്റെ സ്ട്രക്ചർ ചെയ്തിട്ടുള്ളത്. ഈ ഭാഗത്തും വയ്ക്കുക, അതുപോലെ തന്നെ നമ്മൾ ഷീറ്റിൻ്റെ മുകളിൽ വേണമെങ്കിലും വയ്ക്കുക. ഷീറ്റിൻ്റെ മുകളിൽ വയ്ക്കുമ്പോൾ നമുക്ക് ഇതിന് ഒരു സ്ലൈഡിങ് ഡോറൊക്കെ ഇട്ട് പാത്തും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ചെയ്യണം. ഇവിടെ നമ്മൾ പാത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് നമ്മളതിൻ്റെ നടക്കാനുള്ളൊരു പാത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സെൻട്രലായിട്ടാണ് വരുന്നത്. നമ്മൾ പാനൽ 2 ഭാഗത്തായിട്ട് സെറ്റ് ചെയ്തിട്ട് ഈ സെൻറ്റർ ഭാഗത്തായിട്ട് നടന്ന് ക്ലീൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ സ്ട്രക്ചർ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ അതിൽ ലൈറ്റിനിങ് അറസ്റ്ററും കാര്യങ്ങളൊക്കെ മൾട്ടി സ്പൈക്ക് ലൈറ്റിനിങ് അറസ്റ്ററൊക്കെ കൊടുത്ത് നമ്മളതിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ബോർഡിന് മുകളിൽ സെറ്റാക്കിയിട്ടുണ്ട്. ആങ്കർ ബോൾട്ട് അടിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ നമുക്ക് അതിൻ്റെ മൊത്തത്തിൽ നമ്മൾ ഫില്ല് ചെയ്യുന്ന രീതിയിൽ ലീക്കൊന്നും വരാത്ത രീതിയിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. പ്ലെയിൻ ഫ്ലാറ്റ് റൂഫ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കോൺക്രീറ്റ് മാത്രം വെച്ച് ചെയ്താലും മതി. ഇത് നമുക്ക് ചെറിയൊരു സ്ലോപ്പ് ഉണ്ടായതുകൊണ്ട് അത് കസ്റ്റമറെ കൂടി അഡ്വൈസ് അനുസരിച്ചിട്ടാണ് നമ്മൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ മൊത്തം സ്ട്രക്ചർ ചെയ്ത് കഴിഞ്ഞ് ഇനി നമുക്ക് പാനൽ കയറ്റാം. അതിനുശേഷം നമുക്ക് ഇൻവെർട്ടറും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. നമ്മൾ പാനൽ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 2 ലെയറായിട്ടാണ്, താഴ്ഭാഗത്തും അതുപോലെ തന്നെ മുകളിലായിട്ട്. അപ്പോൾ അവിടെ സെറ്റ് ചെയ്യാൻ പോകുന്നത് ബൈഫേഷ്യൽ മോണോപ്പർക്ക് പ്ലസ് ടോപ്പ് കോൺ, അദാനിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് വരുന്ന പാനൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. 555 വാട്ട്സ് വരുന്നത്. അപ്പോൾ 3 പാനൽ ഓൾറെഡി സെറ്റ് ചെയ്ത് ഇനി 3 കൂടി സെറ്റ് ചെയ്യാനുണ്ട്. പ്രൊഡക്ഷൻ വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റേലേറെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി പ്രൊഡക്ഷൻ കാര്യങ്ങളൊക്കെ കിട്ടുന്ന പാനലാണ്. അപ്പോൾ ഇന്ന് മാർക്കറ്റിലെ ഏറ്റവും ലീഡിങ് ബ്രാൻഡായിട്ടുള്ള അദാനിയുടെ പാനലാണ് നമ്മളിവിടെ സെറ്റ് ചെയ്യുന്നത്. നമുക്കതിൻ്റെ IC മാർക്ക് വരുന്ന പൈപ്പും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് വയറിങ് കാര്യങ്ങളൊക്കെ ലൈറ്റിനിങ് അറസ്റ്റ് സെറ്റാക്കിയിട്ടുണ്ട്. മൾട്ടി സ്പൈക്ക് ലൈറ്റിനിങ് അറസ്റ്റർ, അതുപോലെ തന്നെ DC കേബിൾ സിംഗിൾ സ്ട്രിങ് ആയിട്ടാണ് വരുന്നത്. അത് താഴെയായിട്ടാണ് നമ്മളതിൻ്റെ ഇൻവെർട്ടറും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള എർത്തും കാര്യങ്ങളൊക്കെ അപ്പുറം ഭാഗത്തായിട്ട് കൊടുത്തുള്ളത്. ഈ വീട്ടിൽ മുമ്പൊരു പാനൽ വെച്ചിട്ടുണ്ടായിരുന്നു, ചെറിയൊരു സിംഗിൾ ബാറ്ററിയിൽ ഒരു നോർമൽ പാനൽ. അപ്പോൾ ഇത് മോണോപ്പർക്ക് പാനലാണ്. പക്ഷേ നമുക്കത് ഹാഫ് കട്ടല്ല, നോർമൽ മോണോപ്പർക്ക് പാനലാണ് മുമ്പ് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഫ്രെയിമും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ വീടിന് ഈ താഴെ കാർ പോർച്ചിനൊക്കെ ഈ ഭാഗത്തായിട്ട് വെച്ചിട്ടുള്ളത് നമ്മുടെ ഇൻവെർട്ടർ 3 കിലോവാട്ടിൻ്റെ ഇൻവെർട്ടറാണ്. 3.3യുടെ ഇൻവെർട്ടർ ACDB DCDB ഹാവൽസിൽ എർത്ത് ബെഞ്ചും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരു പുതിയ മോഡലാണ്. ഈ ക്യൂട്ടായിട്ടുള്ള ചെറിയൊരു മോഡലായിട്ടാണ് നമുക്ക് ഈ ഒരു ഇൻവെർട്ടർ വരുന്നത്. നമുക്ക് മൊത്തം 8 പാനൽ വരെ നമുക്ക് മാക്സിമം സെറ്റ് ചെയ്യാം. ഈ എർത്തും കാര്യങ്ങളൊക്കെ ഈ ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. 4 എർത്തുണ്ട്. ലൈറ്റിനിങ് അറസ്റ്റർ, അതുപോലെ തന്നെ AC DC സ്ട്രക്ചർ പറഞ്ഞിട്ട് 2800 വാട്ട്സിന് എടുത്ത് വെച്ചിട്ട് പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഏകദേശം ഒരു 12 ആണ് ആവറേജ് യൂണിറ്റ് വരുന്നത്. എന്നാലും നമുക്കൊരു 15, 16, 17 യൂണിറ്റ് വരെയൊക്കെ മാക്സിമം നമുക്ക് പ്രതീക്ഷിക്കാം. ഹാവൽസിൻ്റെ ACDB, ഒരു SPD ഉണ്ട്, ഒരു MCB ബ്രേക്കർ ഉണ്ട്. അതുപോലെ തന്നെ DCDB ഒരു ബ്രേക്കർ പ്ലസ് SPD ഫ്യൂസ് വരുന്ന ബോഡി എർത്തും കാര്യങ്ങളൊക്കെ കൊടുത്ത് സെറ്റായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മുടെ പ്രൊഡക്ഷൻ ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന 2786 വാട്ട്സ് വെച്ചിട്ടാണ് പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ രഞ്ജിത്ത് സാറിൻ്റെ വീട്ടിലാണ് നമ്മൾ ഈ ഒരു പ്രൊജക്റ്റ് ചെയ്തിട്ടുള്ളത്.
കറക്റ്റ് കോട്ടയം ടൗണിൽ നിന്ന് 5 കിലോമീറ്റർ ഡിസ്റ്റൻസ് പാക്കിൽ പള്ളത്തിനടുത്ത് പള്ളം സെക്ഷനിലാണ് വരുന്നത് അല്ലേ. അപ്പോൾ എന്തായാലും അദ്ദേഹത്തിന് പരിചയപ്പെടാം. അതുപോലെ തന്നെ അദ്ദേഹത്തിന് നമ്മൾ ഈ പ്രൊജക്റ്റ് വെക്കാനുള്ള താല്പര്യപ്പെടാനുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ഒക്കെ ഒന്ന് ചോദിക്കും. സാർ നമസ്കാരം. സാറിനെ പരിചയപ്പെടുത്താം അവർക്ക്. എൻ്റെ പേര് രഞ്ജിത്ത്. ഞാൻ ഇങ്ങനെ കുറേ നാളായി ഇതുവരെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവരാണ് ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്യാൻ യൂട്യൂബിൽ നിങ്ങളുടെ ഒരു വീഡിയോ കണ്ടത്. അതെ, വേറെ കുറേ ആൾക്കാരോട് വന്നിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് അവരൊക്കെ ആയിട്ടൊന്ന് കൊട്ടേഷൻ എടുത്തു. പക്ഷേ നിങ്ങളുടെ റേറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു നോർമൽ റേറ്റ് വന്നു. അതിങ്ങനെ പെട്ടെന്ന് അങ്ങ് ഫിക്സ് ചെയ്തു. ഓക്കെ. അപ്പോൾ കറണ്ട് ബില്ല് തൊട്ട് വരുന്നുണ്ട്? എത്ര കറണ്ട് ബില്ല് എനിക്കിപ്പം ടോട്ടല് 2500 അടുത്ത് വരുന്നുണ്ട്. 2500. ഗ്യാസിൻ്റെ ഉപയോഗമൊക്കെ ഉണ്ടോ? ഗ്യാസ് ഉണ്ട്, ഗ്യാസ് ഉപയോഗിക്കുന്നുണ്ട്. ഗ്യാസിൻ്റെ ഉപയോഗമുണ്ട്. ഇൻഡക്ഷൻ കുക്കർ അങ്ങനെ ഉപയോഗിക്കാറില്ല. ബാക്കി ഐറ്റംസ് എല്ലാം പോകുന്നു. ഗ്യാസിൻ്റെ എല്ലാ മാസം മാറ്റാറുണ്ടോ? അതോ? ഇല്ല, ഗ്യാസ് ഏകദേശം 1.5 മാസത്തോളം കിട്ടുന്നു. 1.5 മാസം കിട്ടുന്നുണ്ട്. പക്ഷെ എന്നാലും നമുക്ക് ഇൻഡക്ഷനൊക്കെ യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് അതൊക്കെ സേവ് ചെയ്യാൻ പറ്റുന്നു. ഇൻഡക്ഷൻ അതുപോലെ തന്നെ കെറ്റില്, ഗീസറൊക്കെ യൂസ് ചെയ്യാം. ഒരു ഏകദേശം ഒരു 5000 രൂപ 4000 രൂപ ഇലക്ട്രിസിറ്റി ബില്ല് കൂടുതലല്ലോ, കുറയുന്നില്ലാത്തതുകൊണ്ട് പ്ലാൻ ചെയ്തല്ലേ. പിന്നെ നമുക്ക് 2 വീടുണ്ട്. വേറൊരു കണക്ഷൻ ഉണ്ട്. അതിനെ ക്ലബ് ചെയ്യാവുന്ന രീതിയിൽ ക്ലബ് ചെയ്യണം. അതിന് എത്ര രൂപ കറണ്ട് ബില്ല് വരുന്നത്? അതിനൊരു 1800. 1800. 2000 താഴെ ഉള്ളൂ. ഒരുപാടായപ്പോൾ നിങ്ങൾ പ്രൊജക്റ്റ് ചെയ്യാന്നുള്ള പ്ലാനിൽ? പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് കുറേ നാളുകളായിട്ട് ഞങ്ങൾക്ക് പ്ലാനിങ്ങിലുണ്ടായിരുന്നു. ഒന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. ഓക്കെ. സബ്സിഡിയും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ പിന്നെ അതിൻ്റെ വേരിയേഷൻ വരുന്നതിന് മുന്നേ ചെയ്തേക്കാമെന്ന്. നല്ലൊരു എമൗണ്ട് സബ്സിഡി കിട്ടുന്നുണ്ടല്ലോ, ഏകദേശം 40%. 78,000 രൂപ. 3 kV 78,000 രൂപ സബ്സിഡി. 3 kV പിന്നെ ഇപ്പോൾ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് എങ്ങനെയാണ്? നമുക്ക് 2 പാനലും കൂടി ആഡ് ചെയ്യാം. 4 കിലോവാട്ടിന് മുകളിൽ വരെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. 5 വരെ അതോ? 5 വരെ പറ്റില്ല. നമ്മുടെ 3 കിലോവാട്ട് 3.3യുടെ ഇൻവേർട്ടറാണ്. നമുക്ക് 4 കിലോവാട്ട് വരെ, നമുക്ക് 4 കിലോവാട്ടിന് മുകളിൽ 2 പാനലും കൂടി ആകുമ്പോൾ 4 കിലോവാട്ടിന് മുകളിൽ വരും. ഇവിടെ പിന്നെ ഷെയ്ഡൊന്നും വല്ലാതെ ബാധിക്കണമെന്നില്ല. അത്യാവശ്യം നല്ല ഷെയ്ഡില്ല. ഇവിടുത്തെ തീർന്ന ഷെയ്ഡ് കുറവാണ്. പിന്നെ ഉള്ളത് നമ്മുടെ ഇത് മാത്രമല്ല, അതങ്ങ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ മരങ്ങൾ മാത്രം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പടിഞ്ഞാറ് ഭാഗത്തേക്ക് പിന്നെ ആ ഒരു മരങ്ങൾ വരുന്നത് അതിന് തൊട്ടപ്പുറത്ത് വരുന്നില്ല അല്ലേ. അപ്പോൾ ഇത് മാക്സിമം ഹൈറ്റിൽ തന്നെയാണ് നമ്മൾ ഏറ്റവും നല്ല രീതിയിൽ പ്രൊഡക്ഷൻ കിട്ടുന്ന സ്ഥലത്ത് തന്നെ നമ്മൾ വെച്ചിട്ടുള്ളത്. നമ്മൾ സാർ ഇപ്പോൾ നമ്മളെ ഈ ഒരു പ്രൊജക്റ്റ് ഏൽപ്പിക്കാൻ എന്തെങ്കിലും ഒരു റീസൺ ഉണ്ട്? ഏൽപ്പിക്കാനായിട്ട് ഒന്നുമില്ല. ജസ്റ്റ് റേറ്റിങ്ങിൽ നിങ്ങൾ നോമിനലായിട്ട് വന്നു, അതാണ് മെയിനായിട്ട്. കോസ്റ്റിലൊക്കെ നിങ്ങൾ ഒരു നോമിനൽ റേറ്റ് തന്നെയാണ് പറഞ്ഞത്. ഓക്കെ. പിന്നെ നമ്മൾ മുമ്പ് കണ്ടിരുന്ന പ്രൊജക്റ്റ് ചെയ്ത് സ്ട്രക്ചർ കോസ്റ്റിലാണ് എല്ലാവരുടെയും കോസ്റ്റ് കൂടുന്നത്. അതിൽ നിങ്ങൾ നോർമൽ റേറ്റ് പറഞ്ഞു. ഞാൻ അക്സെപ്റ്റ് ചെയ്തു. ഓക്കെ. നമ്മുടെ ഇതിനു മുമ്പുള്ള പ്രൊജക്റ്റിൻ്റെ വീഡിയോസ് എന്തെങ്കിലും കാണുന്നുണ്ടായിരുന്നോ? ഞാൻ ആ യൂട്യൂബ് വീഡിയോയിൽ കണ്ടിരുന്നു. അത് വെച്ചാണ് ഞാൻ വിളിച്ചത്. ഇപ്പോൾ നിലവിലിപ്പോൾ നമ്മൾ വർക്ക് കംപ്ലീറ്റ് ആക്കി. അതിൻ്റെ എന്തെങ്കിലും കണ്ടീഷൻ പ്രൊഡക്ഷൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് വന്നിട്ട് ബാക്കി അതെ പ്രൊഡക്ഷൻ്റെ കാര്യങ്ങൾ കൂടി വന്നിട്ട് നമുക്ക് അതിൻ്റെ കൂടുതലൊരു റിവ്യൂ തരാൻ പറ്റുള്ളൂ. നമുക്ക് എന്തായാലും ഇപ്പോൾ വർക്ക് കംപ്ലീറ്റ് ആയി. അപ്പോൾ അതിൻ്റെ ഒരു റിവ്യൂ അറിയണമെന്നുണ്ടെങ്കിൽ വർക്ക് എനിക്ക് 2 ദിവസം കൊണ്ടാണ്. ഒരു ഇന്നലെ രാത്രി ഉച്ച കഴിഞ്ഞപ്പോൾ മഴ തുടങ്ങിയതുകൊണ്ട് ഒരു ദിവസം കൂടെ എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. കുഴപ്പമില്ല. വാനിലെല്ലാം കയറി ഫിറ്റിങ്സ് എല്ലാം കഴിഞ്ഞു. ഓക്കെ. കുഴപ്പമില്ലാത്തൊരു വർക്ക്. ഓക്കെ. ഒന്നിൽ ഓക്കെ, ഞങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ്. ഓക്കെ. എന്തായാലും താങ്ക് യു സോ മച്ച്. ഫ്രണ്ട്സ്, അപ്പോൾ അത്രയാണ് നമ്മൾ ഈ ഒരു 3 കിലോവാട്ട് ഓൺ ഗ്രിഡ് സോളാർ സിസ്റ്റം. അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ഏകദേശം ഒരു 5000 രൂപ കറണ്ട് ബില്ല്, മാക്സിമം ഒരു 6000 രൂപയൊക്കെ കറണ്ട് ബില്ല് വരുന്ന വീടുകളിലൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു പ്രൊജക്റ്റാണ്. ഇപ്പോൾ നമുക്ക് ഈ ഒരു പ്രൊജക്റ്റൊക്കെ ഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു കോസ്റ്റ് റേഞ്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 1,90,000 95,000 രൂപ റേഞ്ചിലൊക്കെയാണ് നമുക്ക് എമൗണ്ട് വരുന്നത്. അപ്പോൾ അതിൽ നമുക്കൊരു 78,000 രൂപ സബ്സിഡി പോയി കഴിഞ്ഞാൽ ഒരു 1,10,000 1,15 ഉള്ളിലൊക്കെ ആയിട്ട് എമൗണ്ട് വരുള്ളൂ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പ്രൊജക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ക്യാഷും മുടക്കാതെ തന്നെ നമുക്ക് ചെയ്യാം. കാരണം നമുക്ക് ഏകദേശം നാഷണലൈസ്ഡ് ബാങ്കുകളും എല്ലാ ബാങ്കുകളും നമുക്ക് ഫിനാൻസ് വഴിയും കൂടി നമുക്ക് ഇങ്ങനെയുള്ള പ്രൊജക്റ്റ് ചെയ്യാം. 1,50,000 രൂപ വരെയൊക്കെ മാക്സിമം 2 ലക്ഷം രൂപ വരെയൊക്കെ നമുക്ക് ലോണും ഫിനാൻസായിട്ട് കിട്ടും. ഒരു മാസത്തവണയായിട്ട് പേയ്മെൻറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ചെറിയൊരു പ്രൊസീജിയർ മാത്രമേ ഉള്ളൂ അതിന് വരുന്നുള്ളൂ. നമുക്ക് 0 ഡൗൺ പേയ്മെൻറ്റിൽ ഒരു ക്യാഷ് മുടക്കാതെ തന്നെ നമുക്ക് ഇതുപോലുള്ള പ്രൊജക്റ്റുകൾ ചെയ്യാം. നമുക്ക് കറണ്ട് ബില്ലിൽ അടയ്ക്കുന്ന ക്യാഷ് നമുക്ക് നേരെ ലോണായിട്ട് ഫിനാൻസിന് നമുക്ക് EMI സ്കീമായിട്ട് അടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് വെക്കാനുള്ള സൗകര്യമുണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ അത്രയാണ് നമ്മൾ ഈ പ്രൊജക്റ്റിൻ്റെ ഡീറ്റെയിൽസ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇതുപോലെ നല്ല വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ശുഭദിനം. ഞാൻ പ്രവീൺ പ്രഭാകരൻ, സൈനിങ് ഓഫ്.